ഹലോ ആൻഡ് ഹായ് എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്നത്തെ റെസിപ്പിയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു ബീൻസും ക്യാരറ്റ് തോരനാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ക്യാരറ്റും ബീൻസും, പിന്നെ നമ്മളിപ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, പാകത്തിന് വെള്ളം, പിന്നെ പച്ചമുളക്. ഈ പ്ലേറ്റിൽ നമ്മൾ ആവശ്യത്തിന് ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ച് ഇപ്പോൾ ഇത് വെന്തതാണ് നിങ്ങൾ കാണുന്നത്. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഇത് ബീൻസും ക്യാരറ്റും ഒക്കെ വെന്തോന്നും ഉറപ്പ് വരുത്തണം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ചവച്ച് കഴിക്കണ്ടേ. അപ്പോൾ ചില ബീൻസും ക്യാരറ്റൊക്കെ വേഗത്തില്ല. അപ്പം നമ്മളത് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട്, പിന്നെ സവാള അരിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ പ്ലേറ്റിൽ കുറച്ച് വെച്ചിരുന്ന അത് ഇതിലിട്ട് വഴറ്റുകയാണ്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാം, അതും വളരെ ടേസ്റ്റായിരിക്കും. ഇതിലും ടേസ്റ്റായിരിക്കും. പിന്നെ ഇപ്പോൾ കാണിച്ച് നമ്മൾ ചിരകിയ തേങ്ങയായിരുന്നു. ആ ഫ്രഷ് നമ്മൾ അരയ്ക്കത്തില്ല, തേങ്ങ ഒരു പിടി തേങ്ങ ഇതിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ ഒരു പച്ച മണമൊക്കെ മാറി നല്ലൊരു മണം വരുമ്പോൾ നമ്മൾ വെന്തിരിക്കുന്ന ബീൻസും ക്യാരറ്റും ഒക്കെ നമ്മൾ ഇതിലോട്ട് തട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല, നന്നായിട്ട് ഈ വഴറ്റി യോജിപ്പിച്ചെടുക്കണം. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമുക്കിവിടെ ഇത് വലിയ ഇഷ്ടമാണ്. ഞങ്ങളിത് രണ്ടും കോമ്പിനേഷനായിട്ട് ഇപ്പം നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ഇട്ട് കഴിക്കുന്നില്ലേ. പിന്നെ ഇത് വളരെ നിങ്ങൾ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മളിത് നന്നായിട്ട് ഒരു സൈഡ് ഡിഷായിട്ട് ചോറിന് നല്ലൊരു തോരനാണിത്. നമുക്ക് ഇത് ചില സമയം വീടുകളിൽ 2 ക്യാരറ്റ് 2 ബീൻസൊക്കെ ആയിരിക്കും, അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. നമുക്കത് നന്നായിട്ടൊരു കോംബോ ആയിട്ട് തന്നെ ഇതിങ്ങനെ ചെയ്യുമ്പം നല്ലൊരു ക്വാണ്ടിറ്റി ആയിട്ട് വിളമ്പാൻ പറ്റും. അതും ഒരു ഓപ്ഷനാണ് കേട്ടോ. പക്ഷെ ഞാനിത് ചെയ്യും. ഇത് നമ്മൾ സാധാരണ ഇവിടെ എൻ്റെ വീട്ടിൽ ഞങ്ങളിത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മളിതിനെ നന്നായിട്ട് വഴറ്റി ഇതിൻ്റെ ഒരു മണം പരുവാകുമ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാവുന്നതാണ്. കറിവേപ്പിലയും കൂടെ ഇട്ട് മാറ്റാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.